പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മക്കൾ നാട്ടിൽ നന്മ പരത്തുന്ന പൂക്കളായി മാറണം. നമ്മുടെ മക്കൾ ആളുകൾക്ക് ഉപകാരമുള്ള ആളുകളായിട്ട് മാറണം. മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുന്ന തലമുറയുടെ നല്ല ഒരു നേതാവായിട്ട് നമ്മുടെ മക്കൾ മാറണം. അതിന് രക്ഷിതാക്കളെന്ന നിലയ്ക്ക് നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മക്കളുടെ കൂട്ടുകെട്ടിനെ സംബന്ധിച്ചാണ്. നല്ല ഒരു സുഹൃത്ത്, നല്ല ഒരു സൗഹൃദ ബന്ധം അവർക്കുണ്ടോ എന്ന് വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. ഒരു മനുഷ്യൻ്റെ ജീവിതം, അവൻ്റെ ദീന്, ഇതൊക്കെ നേരിട്ട് സ്വാധീനിക്കുന്ന കാര്യമാണ് കൂട്ടുകെട്ടെന്ന് പറയുന്നത്. ഒരു നല്ല കൂട്ടുകാർ ഉണ്ടാവുക എന്ന് പറയുന്നത് മനുഷ്യനെ എത്രത്തോളം മികച്ചവനാക്കാൻ പറ്റുമോ അത്രത്തോളം മികച്ചവനാക്കും. എന്നാൽ മോശം കൂട്ടുകാരുണ്ടെങ്കിൽ ഒരു മനുഷ്യനെ എത്രത്തോളം നശിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം നശിപ്പിക്കാനും പറ്റും. അതുകൊണ്ട് നല്ല ഒരു കൂട്ടുകെട്ട് നമ്മുടെ മക്കൾക്കുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ എന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദീനുള്ള ആളുകളെയാണോ നമ്മുടെ മക്കൾ കൂട്ടുകാരായി തിരഞ്ഞെടുത്തത് എന്നൊന്ന് ചിന്തിക്കണം. ദീനുണ്ടോ എന്ന് നോക്കണം. അതായത് ഒരു മനുഷ്യൻ തൻ്റെ സുഹൃത്തിൻ്റെ ദീനിലാണ്. ആ സുഹൃത്ത് എന്തൊക്കെ ചെയ്യുന്നുവോ അതിനോടൊക്കെ ഒരു വിട്ടുവീഴ്ച മനോഭാവം നമ്മുടെ മക്കൾക്കുണ്ടാവും. അത് മതങ്ങളുടെ ഒരു ലെവലിൽ നോക്കുമ്പോഴും മറ്റുള്ള തെറ്റായ കാര്യങ്ങൾ നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. ആ സുഹൃത്ത് എന്തൊരു കാര്യത്തിലാണോ, ഏത് ദീനിലാണോ, ഏത് ചിട്ടയിലാണോ ആ ചിട്ടയിലായിരിക്കും നമ്മുടെ മക്കളും. അതിനാൽ ആരോടാണ് സൗഹൃദം സ്ഥാപിക്കേണ്ടത് അതൊന്ന് ശ്രദ്ധിക്കണേ എന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദീനുള്ള ആളുകളാണെങ്കിൽ, നല്ല ദീനുള്ള ആളുകളുമായിട്ടാണ് മക്കളുടെ കൂട്ടുകെട്ട് എന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ഹിദായത്തിലേക്ക് നയിക്കും. ഹിദായത്ത് ലഭിച്ച ആളുണ്ടല്ലോ, അത് അള്ളാഹുവിലേക്ക് പെട്ടെന്ന് അള്ളാഹുവിൻ്റെ കനിവിലേക്ക്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലേക്ക് എത്തിച്ചേരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നല്ല സ്വഭാവമുള്ള ആളുകളുമായിട്ട് കൂട്ടുകൂടണമെന്നുള്ളത്. വിശുദ്ധമായിട്ടുള്ള ഖുർആനിൽ അല്ലാഹ് പറയുന്നത്, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും, അള്ളാഹുവിനെ ഓർക്കുന്നവരോടൊപ്പം നിങ്ങൾ ഇരിക്കണേ എന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിനെ ഓർക്കുന്ന, അള്ളാഹുവിനെ നിരന്തരമായിട്ട് സ്മരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ കൂടെയായിരിക്കണം നിങ്ങളുടെ ക്ഷമ നിങ്ങൾ പ്രയോഗിക്കേണ്ടത്. അവരുടെ കൂടെ കൂട്ടുകൂടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പരമാവധി പ്രയത്നം നടത്തണേ എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹ് പറയുന്നുണ്ട്. നല്ല സ്വഭാവമുള്ള ആളുകൾ. മറ്റൊന്ന് പറയുന്നത്, പാപങ്ങളിലേക്ക് നയിക്കുന്ന കൂട്ടം ആളുകളുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കുക എന്നാണ്. തമാശ പറയുക, സമയം വെറുതെ നഷ്ടപ്പെടുത്തുക, ഹറാമായ കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ സഭ കൂടിക്കൊണ്ട് വളരെ പരസ്യമായ രൂപത്തിൽ മോശപ്പെടുത്തുന്ന ഒരു കൂട്ടുകെട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. അമിതമായ തമാശകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത്, തമാശകളൊക്കെ മറ്റുള്ളവൻ്റെ സങ്കടം മനസ്സിലാക്കാത്ത രൂപത്തിൽ, മറ്റുള്ളവൻ്റെ അഭാവത്തിൽ അവനെ കുറ്റം പറയുന്ന രൂപത്തിലാണ് ഇപ്പോൾ നമ്മൾ കാണപ്പെടുന്നതൊക്കെ. തമാശകളൊക്കെ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരാൾക്ക് ഉപദേശം കൊടുക്കുന്ന ആ സുഹൃത്തുണ്ടെങ്കിൽ ആ സുഹൃത്തിനെ പിടിച്ചു വെക്കണം, ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. തനിക്കൊരു തെറ്റ് പറ്റിയാൽ ആ തെറ്റ് തിരുത്തുന്ന സുഹൃത്ത് ഒരാൾക്കുണ്ടെങ്കിൽ അത് സത്യസുഹൃത്താണ്. ആത്മസുഹൃത്തിനേക്കാളും അപ്പുറത്തേക്ക് സത്യസന്ധമായ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവരാണ്. അതുകൊണ്ട് എപ്പോഴും തെറ്റുണ്ടാവുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നത്തിൽപ്പെടുമ്പോഴൊക്കെ ഉപദേശിക്കുന്ന രൂപത്തിൽ ഒരു സുഹൃത്തുണ്ടാവുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. രക്ഷിതാക്കൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. മറ്റൊന്ന്, ദിക്റിൻ്റെയും മറ്റു സദസ്സിലൊക്കെ ഇരിക്കാൻ പറ്റുന്ന നല്ല സുഹൃത്തുക്കൾ, നല്ല കൂട്ടത്തിലിരിക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കുമെന്നല്ലേ. ആ ഈമാനിൻ്റെ വർധനവിന് കാരണമാകുന്ന കൂട്ടുകെട്ട് നിർബന്ധമായിട്ട് നമ്മുടെ മക്കളിലുണ്ടോ എന്ന് പരിശോധിക്കണം. മറ്റൊന്ന്, സമയം നഷ്ടപ്പെടുത്തുന്ന ഒരു കൂട്ടുകെട്ട് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. സമയം നഷ്ടപ്പെടുത്തുന്ന കൂട്ടുകാർ നമ്മുടെ മക്കളുടെ നാശമാണ്, നമ്മുടെ മക്കളുടെ അപകടകരമായിട്ടുള്ള സാഹചര്യമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊന്ന്, ദുനിയാവിനേക്കാൾ ആഖിറത്തിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു കൂട്ടുകാർ, അത് വളരെ വലുത്. അല്ലാഹുവുമായിട്ടുള്ള സൗഹൃദം ഉണ്ടല്ലോ, ആ സൗഹൃദത്തിലാണ് വിജയമെന്ന് ചിന്തിക്കുന്ന രൂപത്തിലുള്ള സൗഹൃദം, അത് കാത്തു സൂക്ഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിക്കണം. എപ്പോഴും അവരുമായിട്ട് കൂട്ടുകൂടണം. മാത്രമല്ല, അസൂയയുടെ പേരിൽ മത്സരങ്ങളില്ലാത്തൊരു കൂട്ടുകെട്ട്, ഹൃദയശുദ്ധിയുള്ള കൂട്ടുകെട്ട്, നല്ല കൂട്ടുകാർ അവരാണ്. അതുപോലെ തന്നെ രഹസ്യം കാത്തു സൂക്ഷിക്കുന്ന ആളുകളുണ്ടല്ലോ, എപ്പോഴും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വിശ്വസ്തതയുള്ള കൂട്ടുകാർ. മാത്രമല്ല, നല്ല കാര്യത്തിൽ സഹായിക്കുന്ന ആളുകൾ, ദിക്റിൻ്റെ കാര്യത്തിൽ, നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ, ദാനധർമ്മത്തിൻ്റെ കാര്യത്തിലൊക്കെ പ്രേരിപ്പിക്കുന്ന കൂട്ടുകാർ, ഇതൊക്കെ വളരെ വലിയ കൂട്ടുകെട്ടാണ്.
അത്തരത്തിലുള്ള കൂട്ടുകെട്ടാണോ നമ്മുടെ മക്കൾക്കുള്ളത് എന്നൊക്കെ ഒന്ന് ചിന്തിക്കുന്ന നന്നായിരിക്കും. മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹുവിനെ സ്നേഹിക്കുകയും അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ആരോടാണ് പങ്കു ചേർക്കാത്തത്, ആ പങ്കു ചേർക്കാൻ പറ്റാത്തത് ആ വിഭാഗക്കാരെ ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ആരോടാണ് ദേഷ്യപ്പെടേണ്ടത് അത്തരക്കാരോട് ദേഷ്യപ്പെടുന്ന രൂപത്തിൽ ജീവിക്കുന്ന ഒരു കൂട്ടുകാരൻ, ആ കൂട്ടുകാരനുണ്ടെങ്കിൽ ആ കൂട്ടുകാരനൊക്കെ ഖിയാമത്ത് നാളിൽ നമുക്കൊരു തണലായിട്ട് കൂടെ ഉണ്ടാകുമെന്ന് പ്രത്യേകം മനസ്സിലാക്കുക. വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൂട്ടുകെട്ടിൻ്റെ ഒരു രൂക്ഷ ഫലത്തെക്കുറിച്ചിട്ട് മോശമായിട്ടത് ബാധിക്കുമെന്നത് സംബന്ധിച്ച് പറയുന്നുണ്ട്. യാ വൈലതാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ആ ചങ്ങായിയെ ഞാൻ കൂട്ടുകാരനാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ എന്ന് വിലപിക്കുന്ന ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര സ്നേഹത്തോടുകൂടി നമ്മൾ ചേർത്ത് പിടിച്ചാലും അയ്യോ ഞാൻ അയാളെ സുഹൃത്താക്കിയില്ലായിരുന്നുവെങ്കിൽ രക്ഷപ്പെട്ടേനെ എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തെ സംബന്ധിച്ചൊന്ന് ആലോചിച്ച് നോക്കും. വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, അയാളെ ഞാൻ എൻ്റെ കൂട്ടുകാരനാക്കിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ എന്ന് ചിന്തിച്ചുകൊണ്ട് വിരൽ കടിക്കുന്ന ഒരു സാഹചര്യം അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് നല്ല കൂട്ടുകാരൻ എന്ന് പറയുന്നത് സുഗന്ധ വ്യാപാരിയെപ്പോലെയാണ്. അവൻ്റെ കൂടെ നടക്കുന്ന ആളുകൾക്കും അവനിലുള്ള സുഗന്ധം വ്യാപിക്കും, ആ സുഗന്ധം ലഭിക്കും. എന്നാൽ മോശം സുഹൃത്തുണ്ടല്ലോ, അത് ഇരുമ്പ് ഊതി നടക്കുന്ന ഉലയിൽ ജോലി ചെയ്യുന്ന ആളെപ്പോലെയാണ്. അവിടുന്ന് തീയിൻ്റെ കനൽ ശരീരത്തേക്ക് പതിക്കുകയും ആ പതിച്ച ഒരു വേദന അല്ലെങ്കിൽ അതിൻ്റെ ഒരു അടയാളം നമ്മുടെ ശരീരത്തിൽ പകരുകയും ചെയ്യും. മാത്രമല്ല അവിടുത്തെ പുക, അവിടുത്തെ തീയൊക്കെ ഇവരെ ബാധിക്കും. മോശ സുഹൃത്തിൻ്റെ ഉപമ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെച്ചത് അങ്ങനെയാണ്. അതുകൊണ്ട് നല്ല സുഹൃത്ത്, ആ സുഹൃത്തിൻ്റെ കൂടെ കൂടിയാൽ തന്നെ അവനിലുള്ള എല്ലാ നല്ല ക്വാളിറ്റി നമ്മളിലേക്ക് കിട്ടും. ഇന്ന് മോശമായ കൂട്ടുകെട്ട് വ്യാപിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മനഃശാസ്ത്രപരമായിട്ട് നമ്മൾ പലതും പകർന്നെടുക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾക്കത് കൊടുക്കണം. നല്ല പെരുമാറ്റം, ജനങ്ങളുടെ ചുറ്റുപാടുള്ള ആളുകളുണ്ടല്ലോ, അവരെ അനുകരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മക്കളിലുള്ളത്. മാത്രമല്ല തെറ്റുകൾ ഒരു സാധാരണമാണ് എന്നുള്ളൊരു തോന്നൽ നമ്മുടെ മക്കളിൽ, പാപം വളരെ നോർമലായിട്ട് അതിനെ കാണും, തെറ്റിനെയൊക്കെ വളരെ നോർമലായിട്ട് കാണും. ലക്ഷ്യമില്ലാത്ത ജീവിതം, സമയം നശിപ്പിക്കുന്ന ജീവിതം, അതുപോലെ തന്നെ തെറ്റായ ജീവിതവും കുറ്റബോധവും ആങ്സൈറ്റി പോലുള്ള മാനസിക സമ്മർദ്ദമൊക്കെ അനുഭവിക്കുന്ന ഒരു കൂട്ടുകെട്ട് അല്ലെങ്കിൽ ഒരു തലമുറയെ കാണാൻ പറ്റിയാണ്. ലഹരിയിൽ വീണു പോകുന്ന, പാപങ്ങളിൽ വീണു പോകുന്ന കൂട്ടുകാർ അതിനേക്ക് സഹായിക്കുന്ന, തെറ്റിലേക്ക് സഹായിക്കുന്ന രൂപത്തിലായിത്തീരുന്ന രൂപത്തിൽ നമ്മുടെ മക്കളുടെ ഭാവി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പരലോകത്തിൻ്റെ ഒരു ഗൗരവം നമ്മുടെ മക്കളിൽ വളർത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിലും പരലോകത്തിൻ്റെ ഓർമ്മകൾ മിന്നിമറിയണം. അത് നമ്മുടെ മക്കളിങ്ങനെ കാണണം. എപ്പോഴും പശ്ചാത്തപിച്ചുകൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് എന്തിനാ കൂട്ടുകെട്ടിലേക്ക് തൻ്റെ മകൻ പോയി, ആ ഒരു കൂട്ടുകെട്ടിലേക്ക് തൻ്റെ മകൻ പോയി എന്നുള്ളത് മാതാവിൻ്റെ മനസ്സിൽ മാത്രമല്ല വേദന ഉണ്ടാക്കേണ്ടത്. തൻ്റെ വഴി തെറ്റിപ്പോയ മക്കളുണ്ടെങ്കിൽ ആ മക്കളുടെ മനസ്സിലും തോന്നണം, എന്തിനാണ് ഞാൻ ആ കൂട്ടുകെട്ടിൽ പെട്ടുപോയത്, എന്തിനാണ് അതിലേക്ക് ഞാൻ സമീപിച്ചത്. മാത്രമല്ല ആഖിറത്തിൽ ആ ഒരു ശിക്ഷയുടെ പാത്രമാകുന്ന സമയത്ത് ആ ശിക്ഷയിൽ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇളവ് നൽകില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ റഹ്മത്തുണ്ടായിരിക്കെ തന്നെ നമ്മൾ ശിക്ഷ കിട്ടുമല്ലോ എന്നുള്ളൊരു ഭയം ഉണ്ടാക്കുന്നത് നമ്മുടെ പരലോകത്ത് നമുക്ക് ഗുണം ചെയ്യുന്ന കാര്യമാണ്. മാത്രമല്ല ശത്രുക്കളായി നമ്മുടെ സുഹൃത്തുക്കൾ ആഖിറത്തിൽ മാറുമെന്നല്ലേ. അതല്ല അല്ലാഹില്ലാഹു യൗമഇദിൻ ബഅദുഹു ലിബഅദിൻ അദു, ശത്രുക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൈചാരിക്കൊണ്ട് ശത്രുക്കളായി തീരും കൂട്ടുകാരൊക്കെ. അങ്ങനെ പരസ്പരം ശത്രുക്കളായി തീരുന്നത് കൂട്ടുകാരാണെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹില്ലാഹു എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് എന്നാണ് അർത്ഥം. ആഖിറത്ത് ചെല്ലുമ്പോൾ ഫ്രണ്ട്സ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരും. ഇവൻ കാരണമായിട്ടാണ് താൻ കാരണമായിട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദീനില്ലാത്ത സൗഹൃദമുണ്ടെങ്കിൽ അത് ശത്രുതയുണ്ടാക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഒരു കൂട്ടുകെട്ട്, അതിൻ്റെ ഗുണങ്ങളൊക്കെ പറയുമ്പോൾ ഈമാൻ വർദ്ധിക്കാൻ കാരണമാകും, നല്ല പ്രവൃത്തി വർദ്ധിപ്പിക്കാൻ കാരണമാകും. അള്ളാഹുവിൻ്റെയും അതുപോലെ മാലാഖമാരുടെയും പ്രാർത്ഥന, പ്രത്യേകിച്ച് ഉപ്പയുടെ പ്രാർത്ഥന ലഭിക്കും. സ്വർഗത്തിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു നല്ലൊരു മാർഗം കൂടിയാണ് സൗഹൃദം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു സുഹൃത്തും ഉണ്ടാക്കി തീർക്കണം. സ്വർഗത്തിലേക്കുള്ള പാലമായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ മാറണം. അതുകൊണ്ട് സുഹൃത്തുക്കൾ മോശം സുഹൃത്തുക്കളാകുന്നത് ശ്രദ്ധിക്കണം. നരകത്തിലേക്കുള്ള വഴികാട്ടിയാകാൻ പാടില്ല. നമ്മളാകുന്ന മാതാപിതാക്കൾ നമ്മുടെ മക്കളുടെ സൗഹൃദം ഒന്ന് പരിശോധിക്കണം. ആ സൗഹൃദത്തിൽ നന്മ ഉണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കണം. തെറ്റായ സൗഹൃദമാണെങ്കിൽ, കൂട്ടുകെട്ടാണെങ്കിൽ
പൂർണ്ണമായിട്ടും അതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് ആ സൗഹൃദ വലയത്തിൽ നിന്നും, ആ ശിക്ഷ ലഭിക്കാൻ കാരണമാകുന്ന ആ ഒരു വലയത്തിൽ നിന്നും നമ്മുടെ മക്കളെ നമ്മൾ രക്ഷപ്പെടുത്തണം. ആഖിറത്ത് ചെന്നാൽ മാതാപിതാക്കൾ തന്നെ ഉപദേശിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചാരിക്കൊണ്ട് രക്ഷപ്പെടുന്ന, അല്ലെങ്കിൽ പരസ്പരം നരകത്തിലേക്ക് വലിച്ചിടുന്ന സാഹചര്യമുണ്ടല്ലോ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നല്ല സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ മക്കൾക്ക് നമ്മളൊരു വഴികാട്ടിയായി മാറണം. മക്കളുടെ നല്ല സുഹൃത്തായിട്ട് മാതാപിതാക്കളായി നമ്മൾ മാറണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ്. നമ്മുടെ മക്കൾക്ക് ഏറ്റവും നല്ല സുഹൃത്തായിട്ട് മാറണം. എന്തു പങ്കുവെക്കാൻ പറ്റുന്ന, നന്മകളിലേക്ക് സഹായിക്കുന്ന, നന്മകളിലേക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന നല്ലൊരു സുഹൃത്തായിട്ട് നമ്മൾ മാതാപിതാക്കൾ മാറണം. ആ ഒരു സൗഹൃദം അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന രൂപത്തിലാക്കി തീർക്കുമ്പോൾ മക്കൾ പിന്നീട് നല്ല രൂപത്തിലേക്ക് ആക്കി തീർക്കാൻ വേണ്ടി മക്കൾ തന്നെ ശ്രമിക്കും. അതുകൊണ്ട് നല്ലതെന്താണ്, നന്മ എന്താണെന്ന് മാതാപിതാക്കളായി നമ്മൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാഹു നല്ല കൂട്ടുകെട്ട്, ആ കൂട്ടുകെട്ട് മുഖാന്തരം നരകത്തിലേക്ക് പോകാതെ, നല്ല ഒരു കൂട്ടുകെട്ട് നരകത്തിലേക്ക് എത്തിച്ചേർക്കില്ല എന്നല്ലേ, സ്വർഗത്തിലേക്ക് എത്തിച്ചേർക്കൂ. അതുകൊണ്ട് നല്ലൊരു കൂട്ടുകെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.